എന്റെ അമ്മേ. ജാനു, എന്താ ഈ കിണറിന് എത്ര അടി താഴ്ച വരും? എത്ര അടി താഴ്ച വരുമെന്ന് താനൊന്ന് ഇറങ്ങി നോക്ക്, അപ്പ അറിയാം. ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു വാഷേളൻ. വെറുതെ അല്ലടേ നീയൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം കോരി കിടക്കണേ. അമ്മായി ഇല്ല, ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാ. ആ ഭാഗം KK ചിപ്സിന് വിട്ടു തരാ. വേണ്ട, എഴുന്നേൽക്കണ്ട. ഇവിടെ ആരും അതിന് എഴുന്നേറ്റില്ലല്ലോ. എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട, അതും പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. കമലാസിനോട് ഞാനൊരു കാര്യം കഴിഞ്ഞവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അടുക്കള ഭാഗത്ത് കൂടെയുള്ള വരവ് എനിക്കത്ര പിടിക്കുന്നില്ല. അറിയാം, ഓർമ്മയുണ്ട്. വല്യമ്മായി മാത്രല്ല, പല അമ്മായിമാരും എന്നോട് ചോദിക്കാറുണ്ട്. ആ അമ്മായിമാരോട് പറയുന്നത് പോലെ തന്നെ ഈ വല്യമ്മായോടും പറയണു. സ്ത്രീജനങ്ങൾ ഇരിക്കുന്നിടത്ത് ഐശ്വര്യമുള്ളൂ, ഐശ്വര്യമുള്ളിടത്ത് കമലാസനക്കുറിപ്പ് ഉണ്ടാവൂ. തെറ്റാന്ന് വെച്ചാലും കമലാസനക്കുറിപ്പ് പിൻഭാഗത്തോടെ വരൂ. മാപ്പാക്കണേ അമ്മായി, അറിയാതെ പറഞ്ഞു പോയതാ. ഇത് ഈ പറഞ്ഞ പോലെ അച്ഛനോട് പറയാനുള്ള ധൈര്യമുണ്ടോ കുറിപ്പിന്? അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. കുട്ടി എന്റെ KK ചിപ്സിന്റെ സാരി ചിറ്റിൽ ചേർന്നില്ല? എനിക്ക് ആവശ്യത്തിന് സാരിയൊക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ പാത്ര ചിട്ടി, പാദസര ചിട്ടി, ട്രാൻസിസ്റ്റർ ചിട്ടി, അങ്ങനെ തരുണീമണികളുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഭൂമുഖത്തുള്ള എന്തിനേയും ചിട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒറ്റ ചിട്ടി കമ്പനി എവിടെയുള്ളൂ? KK ചിപ്സ് ആൻഡ് ഫൈനാൻസിയേഴ്സ്. അശ്വതി കുട്ടിയോട് മാത്രം പറയാൻ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ അശ്വതി കുട്ടിയോട് മാത്രം പറയണ്ട, ഞാനും കൂടെ കേക്കട്ടെ. നിർത്ത്. ഞാൻ തുടങ്ങാൻ പോകുന്ന പാത്രച്ചിട്ടിയുടെ ഉദ്ഘാടനം ഈ ഇരിക്കുന്ന പാവപ്പെട്ട അശ്വതി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വല്യമ്മായിയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ അശ്വതി കുട്ടിയോട് ശൃംഗരിക്കാനോ കൊഞ്ചു കുഴയാനോ അല്ല ഞാൻ വന്നതെന്ന് ഞാനിവിടെ ഊന്നി പറയുകയാണ്. അടുക്കള ഭാഗത്ത് കൂടെ പോകണ്ട. അടുക്കള മാത്രം പോണില്ല. അത് തന്നെ ഞാനും പറയണേ. ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. ആ കണ്ണാടി വീഴക്കടോ, തട്ടി തടഞ്ഞ് വീഴൂ. താങ്ക് യു. അതുകൊണ്ടെന്താ, വടക്കുംപുറത്തെ കാര്യസ്ഥന്റെ അനന്തരാവാസിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടുണ്ട്. ഇരിപ്പട അടുക്കളയിലായിരിക്കും, ചിരവേ മേലെ. എന്താടോ ചിരവത്ര മോശ? KK ചിപ്സ് ഒരു ചിരവ ചിട്ടി കൂടി തുടങ്ങാൻ പോകുന്നുണ്ട്, തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാർ വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറിഞ്ഞൊന്നും നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണുങ്ങൾ ഉമ്മർത്ത് അപ്പോൾ വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്ക് പറയണേ? ചേച്ചിയോ? ആരുടെ തന്റെ ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? പക്ഷെ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പാണ് കല്യാണിക്കുട്ടി അമ്മായി. എന്താ വിളിച്ചേ? കല്യാണിക്കുട്ടി അമ്മാന്ന്. എടി അപ്പുറത്ത് പോവാൻ. നിക്കവിടെ. ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസു ചിട്ടിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മണിക്കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി പറയാം. തന്റെ ഈ അടുക്കള വശത്തോടുള്ള വരവുണ്ടല്ലോ, മേലാൽ അത് ആവർത്തിച്ച. ഒരു സെക്കൻഡ്, കുട്ടി അകത്തേക്ക് പോവൂ. അവിടെ നിൽക്കടി. അകത്ത് പോവാനാ പറഞ്ഞത്. എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടിക്കും. കല്യാണമേ ഒരു ചായ. ഇപ്പൊ കുടിക്കണ്ട. പിന്നെ എപ്പോഴാ കുടിക്കുക? ഇപ്പൊ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ കൊരങ്ങ. താൻ പോടാ അവിടുന്ന്. അത് ശരിയാ, അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞു തുടങ്ങിയല്ലേ? ആ കളി വേണ്ട. എന്റെ വന്നേ. അല്ല, ഇയാളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് കോണ്ടസാന്ന് പറയുന്നു? നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ നാമം ചെല്ലാറില്ലേ, അതിന് പകരം ഇവൻ കോണ്ടസ എന്ന് പറയുന്നു. അപ്പൊ കോണ്ടസ എന്ന് പറഞ്ഞ ദൈവമാണല്ലേ? അല്ലേ, ചോദിച്ചോട്ടെ, ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും? പുരാണത്തിൽ ഈ കഥാപാത്രം പൂതനയുടെ അമ്മായിയമ്മയായിട്ട് വരും. പൂച്ചക്ക് എന്തോടോ പൊന്നുരുക്കുന്നിടത്ത് കാര്യം? അതിൽ ഇവിടെ എവിടെയാ പൂച്ച? പൂച്ചനെ നിനക്ക് കാണണ? വെറുതെ അല്ല നിന്റെ കണക്കൊക്കെ തെറ്റണേ. എന്റെ കണക്ക് കൂട്ടൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതെന്താടോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. നിന്റെ ഒരു കണക്ക് കൂട്ടല്. എന്തൊരു വേണം കൗസു? കലം. കല അടുപ്പത്തിരിക്കുക, ചട്ടം വേണം തരാം. अरे बुद्धू, मेरा कलम कहाँ है? ओ मेरा कलम सर, आपकी कलम पॉकेट में है. गलत, आपकी कलम नहीं, आपका कलम. കായും കെയ്യും ഒക്കെ അങ്ങ് സ്കൂളിൽ ചെന്ന് പിള്ളേരെ പഠിപ്പിച്ചാൽ മതി കേട്ടോ. ദേ, ഇവിടെ മാതൃഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയും പ്രയോഗിക്കാൻ പാടില്ലെന്നാ അമ്മാവന്റെ കൽപ്പന. അത് മറക്കണ്ട. കൗസു, ഇന്നിപ്പോ എന്താ ഇത്ര തിരക്ക് പിടിച്ച പണി? ഇന്ന് തിങ്കളാഴ്ച അറിഞ്ഞൂടെ? ठीक है, आज सोमवार है. ഡ്യൂട്ടി മാറി.
ഇന്ന് പ്രാതം ഉണ്ടാക്കേണ്ട ചുമതല എനിക്കാ. അപ്പൊ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി? അതാണെന്നല്ലിക്ക. ഓ, ഇന്നെങ്ങനെ രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാലോ. യോ, അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിനൊന്നും രുചിയില്ലെന്നല്ലേ എനിക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അന്നൊരു ഹിന്ദി പാട്ട് പാടുമായിരുന്നല്ലോ, ഒക്കെ മറന്നില്ലേ? സഹിച്ചല്ലേ പറ്റൂ. 5 പിള്ളേരുടെ അമ്മയായി പോയില്ലേ? ചൗതുവിൻ കച്ചാന്ത് ഹോ, യാബ് താബ് ഹോ. ബദ്മാസ്, ക്യാ ഹോനാ? ആരാത്? ആരാത്? ആരാന്ന്? ആരാന്ന് പറയുന്നതല്ലേ നല്ലത്? അതൊക്കെ ആരാണെന്ന് പറയാൻ. വെറുതെ എനിക്ക് ടെൻഷൻ തരരുത് കേട്ടോ. ആരാത്? മനുഷ്യരെ പേടിപ്പിക്കുന്നത് ആര്? നിലവിളിച്ച്? നീ എന്നോട് നിലവിളിച്ച് എന്നെ പേടിപ്പിച്ചത് ഞാനാ? ഒറ്റ വീക്ക് വെച്ചതാണല്ലോ പച്ചപ്പാതിരിക്ക് വന്നാണ് മനുഷ്യരെ പേടിപ്പിക്കുന്നത്. ആരെങ്കിലും കൊല്ലാൻ വന്നോ ഇങ്ങനെയാണത് കാണാൻ? ഞങ്ങളുടെ പ്രാണം പോയനല്ലോ. എന്താ എന്താന്ന്? പുറത്ത് 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 വല്ല തേളും കുത്തിയിട്ടുണ്ടോ? എന്റെ പുറത്തല്ലടാ, വീടിന്റെ പുറത്ത്. വീടിന് പുറത്താ? ഇങ്ങോട്ട് തന്നെ. ആരാണ്? ആരാണ് ചോദിച്ചത്? ഏത്? നിക്കണ കണ്ടില്ലേ? അത് വാഴയമ്മത്തായിച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കണത്? നീ വന്നേ. ഓരോരോ പിച്ചും പെയ്യുമായിട്ട് ഇറങ്ങിക്കോളും, ബാക്കിയുള്ളവർ ഉറക്കം കളയാൻ. നീ വന്നേ, ഇങ്ങോട്ട് വരാൻ. ഇതേ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് ഉണ്ടാക്കി വെക്കുന്ന സോക്കേടാ, അല്ലാതെ പ്രേതമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അന്ന് നീ മാംഗ്ലൂർ വെച്ച് അവളാണെന്ന് പറഞ്ഞ ഒരു പട്ടാണി പെണ്ണിന്റെ തുണി പൊക്കി നോക്കി അട്ടി കൊണ്ട് പിരിന്നില്ലേ? അത് എന്നാ കേസ്? അപ്പൊ ഇവിടെ നിന്നതോ? വാതിൽ അടച്ചിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പൊ നിങ്ങൾ പുറത്തു കിടക്കുക.